ന്യൂസിലേക്ക് സ്വാഗതം. നടൻ കൃഷ്ണകുമാറിനെയും മക്കളെയും അറിയാത്ത മലയാളികൾ ഇന്നുണ്ടാകില്ല. നടൻ കൃഷ്ണകുമാർ സിനിമയിലുണ്ടെങ്കിലും മൂത്ത മകൾ അഹാന കൃഷ്ണ അഭിനയത്തിൽ ചുവടുറപ്പിച്ചതോടെയാണ് താരകുടുംബത്തെക്കുറിച്ചുള്ള വിശേഷങ്ങൾ ചർച്ചയായി മാറിയത്. താരകുടുംബത്തിലെ എല്ലാവരും യൂട്യൂബേഴ്സ് ആയതിനാൽ എല്ലാ വിശേഷങ്ങളും ആരാധകർ ആഘോഷിക്കാറുമുണ്ട്. ഇപ്പോഴത്തെ രണ്ടാമത്തെ മകൾ ദിയ കൃഷ്ണയുടെ വിവാഹത്തിന് പിന്നാലെ കൃഷ്ണകുമാറിന്റെ കുടുംബത്തിൽ അടുത്ത കല്യാണത്തിന് സമയമായോ എന്നാണ് ആരാധകർ ചോദിക്കുന്നത്. ഇൻസ്റ്റഗ്രാമിൽ ഇഷാനി പങ്കുവച്ച പുതിയ പോസ്റ്റാണ് ഇതിന് കാരണം. സുഹൃത്തായ അർജുന് പിറന്നാൾ ആശംസ അറിയിച്ചായിരുന്നു ഇഷാനി ഇൻസ്റ്റഗ്രാമിലെത്തിയത്. Cheers to 25 ഒന്നിച്ചുള്ള ചിരികളും സാഹസികതയും മറക്കാനാവാത്ത നിമിഷങ്ങളുമെല്ലാം ഇനിയും കാത്തിരിക്കുന്നുണ്ടെന്നായിരുന്നു ഇഷാനി കുറിച്ചത്. ഇഷാനിയെ കൂടാതെ അഹാനിയും ഇൻസ്റ്റഗ്രാമിലൂടെ അർജുന് ആശംസ അറിയിച്ചിട്ടുണ്ട്. ഹാപ്പി ബർത്ത്ഡേ ആജു ലിറ്റിൽ സ്വീറ്റ് ബ്രദർ എന്നായിരുന്നു അഹാനിയുടെ കുറിപ്പ്. അതേസമയം ഇഷാനിയുടെ ഫോട്ടോ കണ്ടതോടെ അടുത്ത കല്യാണത്തിന് സമയമായോ എന്നാണ് ആരാധകർ ചോദിക്കുന്നത്. കൂടാതെ നിരവധി പേർ ഇതാരാണെന്ന ചോദ്യവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. അതേസമയം വൺ എന്ന ചിത്രത്തിലൂടെയായിരുന്നു ഇഷാനി സിനിമയിൽ അരങ്ങേറിയത്. അവസരങ്ങൾ ലഭിച്ചാൽ ഇനിയും സിനിമയിൽ അഭിനയിക്കുമെന്ന് ഇഷാനി വ്യക്തമാക്കിയിട്ടുണ്ട്. യൂട്യൂബ് ചാനലിലും ഇൻസ്റ്റഗ്രാമിലുമായി തന്റെ എല്ലാ വിശേഷങ്ങളും ഇഷാനി പങ്കുവയ്ക്കുന്നു. അടുത്തിടെ അച്ഛനും മക്കളും ഒന്നിച്ച് പങ്കിട്ട ഒരു വീഡിയോ ട്രെൻഡിംഗ് ആയി മാറിയിരുന്നു. അച്ഛനെ കുറിച്ച് കൂടുതൽ അറിയുന്നത് ആർക്കാണെന്നായിരുന്നു കൃഷ്ണകുമാറിനും സിന്ധുവിനും അറിയേണ്ടത്. അച്ഛന്റെ സ്വഭാവത്തിൽ ഇഷ്ടമില്ലാത്ത കാര്യത്തെക്കുറിച്ചായിരുന്നു ഇഷാനി പറഞ്ഞത്. അച്ഛന് ഫീലാവുമോ എന്ന് ചോദിച്ചായിരുന്നു ഇഷാനി സംസാരിച്ചു തുടങ്ങിയത് പോലും. ഞങ്ങളോട് ചില കാര്യങ്ങൾ ചെയ്യരുതെന്ന് പറയും, എന്നിട്ട് അച്ഛൻ അത് ചെയ്യുന്നത് കാണാം. അതെനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ലെന്നായിരുന്നു ഇഷാനി പറഞ്ഞത്. അടുത്തിടെ കുടുംബസമേതമായി ബാലിയിലേക്ക് ഒരു ട്രിപ്പും കൃഷ്ണകുമാറും കുടുംബവും നടത്തിയിരുന്നു. ബാലി ട്രിപ്പിലെ വിശേഷങ്ങളെല്ലാം എല്ലാവരും സോഷ്യൽ മീഡിയയിലൂടെ പങ്കിടുകയും ചെയ്തു. അതേസമയം ട്രിപ്പിന് മുമ്പായി ഇഷാനി മുടി വെട്ടിയിരുന്നു. എപ്പോഴും നീണ്ട മുടിയിലല്ലേ എന്നെ കാണുന്നത്, അതിൽ നിന്നൊരു മാറ്റം വേണമെന്ന് കുറേയായി ആഗ്രഹിക്കുന്നു. അതുപോലെ മുടിയുടെ താഴെയുള്ള ഭാഗങ്ങളിൽ കട്ടിയും കുറവാണ്, അതിനാലാണ് മുടി മുറിക്കുന്നതെന്നും ഇഷാനി പറഞ്ഞിരുന്നു.